നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ളതായ 5 ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ആ കുതിരകളെ ആര് നിയന്ത്രിക്കണം? ഈശ്വരാഭിമുഖമായിരിക്കുന്ന ബുദ്ധി എന്നുള്ള സാരഥി നിയന്ത്രിക്കണം. അതാണ് ഇവിടെ ഈ കഥയിൽ കൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉപദേശമനുസരിച്ചിട്ട്, അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ചിട്ട് അദ്ദേഹം തെളിക്കുന്ന തേരിലിരുന്ന് കർമാനുഷ്ഠാനം ചെയ്യുന്ന ജീവാത്മാവാകുന്ന അർജുനനായി തീരണം നമ്മൾ ഓരോരുത്തരും. കഠോപനിഷത്ത് അതേ പ്രകാരത്തിൽ ഇതാ മഹാഭാരതമായിട്ട്, മഹാഭാരതത്തിലെ ഏറ്റവും മഹനീയമായ പ്രതീകമായിട്ട് അർജുനനിരിക്കുന്ന തേര് തെളിക്കുന്ന കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ആ അത്ഭുതകരമായ ലീലയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആ കുതിരകളെ തന്നിഷ്ടത്തിന് വിടരുത്. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ തന്നിഷ്ടത്തിന് വിടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങൾ അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരവർക്ക് തോന്നുന്ന ദിശയിലേക്ക് പായും. കുതിരകൾ തന്നിഷ്ടം പോലെ പാഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രഥം തകരാറിലാകും, വീണുടഞ്ഞു പോകും. നമ്മൾ ലോകത്ത് ധാരാളം കാണുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ മനുഷ്യനെ ഭരിച്ചിട്ട്, മനുഷ്യ മനസ്സിനെ ഭരിച്ചിട്ട്, മനുഷ്യ മനസ്സിന് ബലമില്ലാതായി തീർന്നിട്ട് അതിനെ പല വഴിക്ക് കൊണ്ടുപോയി മനുഷ്യനെ തകർത്തെറിയുന്നത് നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് സംഭവിക്കാൻ പാടില്ല. മനസ്സാകുന്ന കടിഞ്ഞാണ് മുറുകെ പിടിക്കണം. ആര്? ബുദ്ധിയാകുന്ന സാരഥി കൃഷ്ണൻ. അദ്ദേഹം ആ കടിഞ്ഞാണ് മുറുകെ പിടിക്കണം. കൃഷ്ണനെ സാരഥിയായിരുത്തണം. അങ്ങ് എൻ്റെ തേരിലിരുന്ന് തേര് തെളിച്ചാൽ മതി. ചെയ്യേണ്ടതെല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ ചെയ്തുകൊള്ളും. ഇതാണല്ലോ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. ദ്വാരകയിൽ വച്ച് ആ സൈന്യം പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പലതവണ ഓർത്തിട്ടുള്ളതായ സംഭവമാണത്. ഇത് മുഴുവൻ ഒന്നായി നിൽക്കുന്നു ഇവിടെ. അങ്ങനെ എല്ലാം ഭഗവാനിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സാരഥി കടിഞ്ഞാണുകൾ ആകുന്ന ആ മനസ്സിനെ മുറുകെ പിടിച്ചിട്ട് ആ കുതിരകളെ അത് ഏത് മാർഗത്തിലൂടെയാണോ ഓടേണ്ടത് അതിലേക്കൂടി വേണ്ടുന്ന പ്രകാരത്തിൽ സഞ്ചരിപ്പിക്കും. ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ളവയാണ് കുതിരകൾ. വിഷയം സ്തേഷു ഗോചരാൻ. ആ കുതിരകൾ ഓടുന്നതായ റോഡുകൾ ഏതൊക്കെയാണ്? അവയുടെ വിഷയങ്ങൾ. കണ്ണിന്റെ വിഷയം കാഴ്ചയാണ്, കാഴ്ചയുമായി ബന്ധപ്പെട്ട വർണ്ണങ്ങളും ആകൃതികളുമാണ്. മൂക്കിന്റെ വിഷയം ഗന്ധമാണ്, അതാണ് മൂക്കിന് ഓടേണ്ടതായ, മൂക്കാകുന്ന കുതിരയ്ക്ക് ഓടേണ്ടതായ റോഡ്. നാക്കിന്റെ വിഷയം എന്നുള്ളത് രുചിയാണ്. ത്വക്കിന്റെ വിഷയമെന്നുള്ളത് സ്പർശമാണ്. അതേപോലെ തന്നെ മൂക്കിന്റെ വിഷയം അത് ഘ്രാണമാണ്, മണമാണ്. അങ്ങനെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവിയുടെ വിഷയം ശബ്ദമാണ്. അങ്ങനെ ചെവിയാകുന്ന കുതിര ശബ്ദമെന്നുള്ള മാധ്യമത്തിലൂടെ ആ റോഡിലൂടെ ഓടുന്നു. അങ്ങനെ ഓരോ കുതിരയ്ക്കും അതിൻ്റെതായ റോഡുണ്ട്. അതിൽ കൂടി അത് കൃത്യമായി ഓടണം. ആ രഥം, ശരീരമാകുന്ന രഥം വിജയകരമായിട്ട് മുന്നേറാൻ പാകത്തിന്, ആ രഥത്തിന് ആപത്ത് വരാത്ത രീതിയിൽ. അതാണ് വിഷയാം സ്തേഷുഗോചരാൻ. വിഷയങ്ങൾ ഈ കുതിരകൾക്ക് ഓടാനുള്ളതായ മാർഗമാണ്.
ഇങ്ങനെ ആത്മാവ് ജീവാത്മാവ് ഇന്ദ്രിയ മനോയുക്തമായി ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും കൂടി ചേർന്ന് ബുദ്ധിയാൽ നിയന്ത്രിതമായ ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും കൂടി ചേർന്ന് ഈ പ്രാപഞ്ചികമായിരിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും നേടുന്നവനായിത്തീരുന്നു. അവനെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ആ ഭഗവാന്റെ നിയന്ത്രണത്തിന് വിധേയമായി ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ധാർമ്മികമായിട്ട് വിട്ടുവീഴ്ച കൂടാതെ അനുഷ്ഠിക്കുന്ന അർജുനൻ. അതാണ് ഗീതയുടെ പരമമായിരിക്കുന്നതായ ഉദാഹരണം. ഗീതയിലൂടെ കാണുന്നത് അതാണ്. ആ കൃഷ്ണൻ, വാസുദേവ കൃഷ്ണൻ, നാമാകുന്ന രഥത്തില് ഈശ്വരാഭിമുഖമായ ബുദ്ധിയായിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ ബുദ്ധിയെ നമുക്കറിയാം, ഈശ്വരാഭിമുഖമായ ബുദ്ധിയെ. അതിനും ആസ്പദമായിട്ട് അങ്ങ് നിർഗുണ നിരാകാര ബ്രഹ്മമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അക്ഷരബ്രഹ്മമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു. അതിൻ്റെ പ്രതിബിംബമാണ് നാം ആകുന്ന ജീവാത്മാവ്. ക്ഷരബ്രഹ്മം എന്ന് പറയും, ക്ഷരപുരുഷൻ എന്നും പറയും. അക്ഷരപുരുഷനായിട്ട് പരമാത്മാവ് ബ്രഹ്മം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. അതേപോലെ ക്ഷരപുരുഷനായിട്ട് അതിൻ്റെ പ്രതിബിംബമായി ജീവാത്മാവായി നമ്മുടെ മുന്നിലിരിക്കുന്നു. ഈ അക്ഷരപുരുഷൻ അഥവാ പരബ്രഹ്മം നമ്മിൽ മാത്രമാണോ? ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും ഉള്ളിലും പുറമേയും നിറഞ്ഞ് അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്നു പുരുഷോത്തമൻ. ഗീതയുടെ 15-ാം അധ്യായം. അതാണ് നമ്മൾ ഇവിടെ ഈ കഥയിൽ അർജുനന് ഈ തേരും ഈ വില്ലും ഈ ആയുധങ്ങൾ സൂക്ഷിക്കുവാനുള്ളതായ അവനാഴിയും കൃഷ്ണന് ചക്രവും ഒക്കെ ലഭിക്കുന്നതായ ഈ കഥയിൽ വളരെ വ്യക്തമായിട്ട് വ്യാസഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇതൊന്നും ഭൗമമായ പദാർത്ഥങ്ങളല്ല. ഈ വില്ലും തേരുമൊന്നും ഭൗമമല്ല, ഇത് അലൗകികമാണ്. അത് ഭൗമമണ്ഡലത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്നാൽ അലൗകികമായിരിക്കുന്ന ശക്തിവിശേഷമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അർജുനന്റെ തേരിന്റെ മുന്നിൽ നിന്ന് ആർക്കും അർജുനനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്. ആർക്കും അത് സാധ്യമല്ല. എന്താ? അർജുനന്റെ സ്വന്തം കഴിവ് എന്ന് മാത്രമല്ല, ആ തേര്, ആ കുതിര, ആ തേര് തെളിക്കുന്നയാള് എല്ലാം ദിവ്യമാണ്. ആ ദിവ്യതയുടെ മുന്നിലാണ് ബാക്കി ആസുരീഭാവങ്ങളെല്ലാം കീഴ്പ്പെട്ടു പോകുന്നത്. ഈ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും കൈവരിക്കാൻ കഴിയും. നാം ആകുന്ന ജീവാത്മാവാണ് ഈ ശരീരമാകുന്ന രഥത്തിലിരുന്ന്, ഈ അലൗകിക രഥത്തിലിരുന്ന് നമ്മുടെ ജീവിതമാകുന്ന ഈ ആയോധനത്തെ ഭംഗിയായിട്ട് വിജയകരമായിട്ട് നിർവഹിക്കേണ്ടത്. ഈ ശരീരത്തെ വെറും ഭൗതികപിണ്ഡം മാത്രമാണ് എന്ന് ധരിച്ചാൽ ഈ ശരീരത്തിന്റെ യഥാർത്ഥത്തിലുള്ളതായ ആ കരുത്ത്, ആ ദിവ്യത നഷ്ടപ്പെടും. ഈ ഭൗതിക പിണ്ഡം അധ്യാത്മ ചൈതന്യത്താൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ ശരീരം കൊണ്ട് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടുക. അതാണ് അർജുനൻ പറഞ്ഞത്. അങ്ങയുടെ ആഗ്രഹം നേടിത്തരും. ആകെ വേണ്ടത് ഈ പ്രകാരത്തിൽ കരുത്തുറ്റതായ ഉപകരണങ്ങൾ. സാധാരണ വില്ല് പോരാ, സാധാരണ അവനാഴി പോരാ, സാധാരണ തേര് പോരാ, സാധാരണ കുതിരകൾ പോരാ, അതൊന്നും പോരാ. പിന്നെയോ ഈ പ്രകാരത്തിലുള്ള ഈശ്വര ശക്തി സമ്പന്നമെന്ന് എനിക്കും കൃത്യമായ ബോധ്യം വരുന്ന ഉറപ്പുള്ളതായ അലൗകികമായ പദാർത്ഥങ്ങൾ, ആ ഉപകരണങ്ങൾ, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണവന്മാരും മുത്തശ്ശിമാരും നാമം ജപിക്കാൻ നമ്മോട് പറഞ്ഞത്. ഈ ശരീരത്തിൻ്റെയും ഈ മനസ്സിൻ്റെയും ഈ ബുദ്ധിയുടെയും എല്ലാം പവിത്രതയെ നമ്മുടെ മനസ്സിൽ ഉണർത്താൻ, നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ. ഞാൻ വെറും ഭൗതികപിണ്ഡം മാത്രമാണ് എന്ന് ധരിച്ചു നടന്നു കഴിഞ്ഞാലോ ഇതെല്ലാം ഭൗതികപിണ്ഡം മാത്രമായി ദുർബലമായി ഇങ്ങനെ അവശേഷിക്കും. കാരണം ഭൗതിക പദാർത്ഥങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളതായ പരിമിതികളുണ്ട്.
ആ പരിമിതികൾക്കപ്പുറം അപരിമിതമായ കരുത്തോടുകൂടി നിൽക്കുന്നതാണ് അലൗകിക പദാർത്ഥങ്ങൾ, അലൗകികമായ ചൈതന്യം. യഥാർത്ഥത്തിൽ ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത് ആ അലൗകിക ചൈതന്യത്താലാണ്. നാം അതിനെ മറന്നുപോകുന്നു, അതിനെ ഓർക്കുന്നില്ല, പലപ്പോഴും നിഷേധിക്കുന്നു. അതൊക്കെയാണ് നമുക്ക് വരുന്ന കുറ്റം, നമുക്ക് വരുന്ന കുറവ്. അത് ചെയ്യാതെ അലൗകിക പദാർത്ഥത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അലൗകിക പദാർത്ഥമാണ് ഈ ശരീരമനോബുദ്ധികൾ എന്നത് നാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിനുവേണ്ടിയാണ് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തലും നാമജപവും അതേപോലുള്ള അനുഷ്ഠാനങ്ങളും. അവയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം നന്നായി അറിയുന്നവയാണത്, നിർവഹിക്കുന്നവരുമാണ്. അവയെല്ലാം നമ്മുടെ കാരണവന്മാര്, മുത്തശ്ശിമാര് പഠിപ്പിച്ചു തന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഗുരുജനങ്ങൾ പഠിപ്പിച്ചു തന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഓരോ ദിവസത്തിനുമുണ്ട് പ്രത്യേകത. 365 ദിവസമുണ്ട് നമുക്കൊരു ആണ്ടില്. കർക്കടകം കഴിഞ്ഞാൽ ചിങ്ങം 1 തുടങ്ങുന്നു. അന്നു മുതൽ കർക്കടകം അവസാനത്തെ ദിവസം വരെ, ചില കൊല്ലങ്ങളിൽ 31, ചില കൊല്ലങ്ങളിൽ 32. കർക്കടകം അവസാനത്തെ ദിവസം വരെ, ചിങ്ങം 1 തൊട്ട് കർക്കടകം അവസാനം വരെ 365 ദിവസങ്ങൾ. ഈ 365 ദിവസത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട്. അതെല്ലാം ഇതിഹാസ പുരാണാദികൾ നമുക്ക് കാണാം. ഓരോ ദിവസവും ചെയ്യേണ്ടതായ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ളതായ വർണ്ണനകളും ഒക്കെയുണ്ട്. നമ്മുടെ മനസ്സിനിണങ്ങുന്നതായ ഒരു സാധനാ പദ്ധതി ഗുരുവിൽ നിന്ന് സ്വീകരിച്ച്, അല്ലെങ്കിൽ കാരണവന്മാരിൽ നിന്നോ മുത്തശ്ശിമാരിൽ നിന്നോ സ്വീകരിച്ച് അത് ശ്രദ്ധയോടുകൂടി നിരന്തരം അനുഷ്ഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ അർജുനൻ ഇപ്പോൾ അഗ്നിഭഗവാനിൽ നിന്ന് നേടിയ ആ ദിവ്യമായിരിക്കുന്ന അവസ്ഥയെ ലോകത്തിൽ ഏതൊരു മനുഷ്യനും കൈവരിക്കാനാകും. അതാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന, ദൈവീ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്ന ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മാർഗം. അതാണ് വ്യാസൻ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഭൗതികത്തെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അലൗകികമായ ശക്തിവിശേഷത്തിൽ നേരിട്ട് അനുഭവപ്പെടുത്തുന്നു. അങ്ങനെ ഉള്ളതായ ആ തേരും കുതിരകളും ആയുധങ്ങളുമെല്ലാം ഇവിടെ കൊടുക്കുകയാണ് അഗ്നി ഭഗവാൻ വരുണനിൽ നിന്ന് വാങ്ങി കൃഷ്ണനും അർജുനനും. ആ വില്ലിനെ വർണ്ണിക്കുകയാണ് ഇവിടെ. ആ വില്ലിന്റെ പ്രത്യേകതകൾ കേൾപ്പിച്ചു തരികയാണ് ഇവിടെ. തദദ്ഭുതം മഹാവീര്യം യശ കീർത്തി വിവർദ്ധനം. ഇങ്ങനെ പോകുന്നു ആ വില്ലിന്റെ വർണ്ണനം. പ്രാതാച്ചൈവ ധനൂരത്നം അക്ഷയേച്ച മഹേഷുധി. ആ ധനൂരത്നം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വില്ല്. ആ വില്ലിനെ അഗ്നിഭഗവാൻ വരുണനിൽ നിന്ന് വാങ്ങിയിട്ട് അർജുനന് നൽകി. ആ വില്ലിനോടൊപ്പം എന്തുകൂടി കൊടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ മഹേഷുധി, ദിവ്യമായ സൗഭാഗ്യങ്ങൾ ഉള്ളതായ ആ അവനാഴിയും. അതിനകത്ത് ഒരിക്കലും അമ്പുകൾ ഒഴിയില്ല. അതുകൊണ്ട് അർജുനന് എത്ര ലക്ഷക്കണക്കിന് അമ്പുകൾ വേണമെങ്കിലും വർഷിക്കുവാനായി സാധിക്കും. അർജുനൻ നമ്മുടെ മനോമയ കോശമാണ്. ആ മനോമയ കോശം ശ്രീകൃഷ്ണൻ എന്നുള്ള ആ ഭഗവാന്റെ നിയന്ത്രണത്തിലായിത്തീരുമ്പോൾ, ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ അലൗകികമായ ധനുരത്നം നമ്മിലേക്ക് വരും. ധനുരത്നം ഇപ്പോഴേ നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അതിനെ അറിഞ്ഞാലേ അത് പ്രവർത്തനക്ഷമമാവുള്ളൂ. അതിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു നേരിയൊരു അംശമാണ് നമ്മിൽ വ്യാപരിച്ചിട്ട് നമ്മെ ജീവനുള്ളവരാക്കി തീർത്തിരിക്കുന്നത്. അതിൻ്റെ ആ ചൈതന്യം സമ്പൂർണമായി നമ്മിൽ പ്രകാശിക്കണം. അതിനു വേണ്ടിയിട്ട് അതിനെ നാം ഉപാസിച്ച് നേരിട്ട് അറിയണം. എങ്കിൽ ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയാത്തതായ കാര്യം യാതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഒരു വലിയ കാരണം ഒരു സമുദ്രം ചാടിക്കടന്നു ആഞ്ജനേയ മഹാപ്രഭു. അതേപോലെ
ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ പിറന്ന നമ്മുടെ വേറൊരു കാരണവർ, അന്ന് അദ്ദേഹം നന്നേ ചെറുപ്പമാണ്, 30 വയസ്സ് തികഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്, ആ കാരണവർക്ക്. അദ്ദേഹം ഈ ഭൂഖണ്ഡത്തിന്റെ നേരെ മറുവശത്തുള്ളതായ ഭൂഖണ്ഡത്തിൽ അമേരിക്കയിൽ ഏകനായി എത്തിച്ചേർന്നിട്ട് ലോകത്തെ പിടിച്ചുകുലുക്കി. സ്വാമി വിവേകാനന്ദൻ ലോക ചരിത്രത്തിന് ഒരു പുതിയൊരു ദിശ ഉണരുകയായിരുന്നു. അപ്പോൾ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള ആ ഒരൊറ്റ സംബോധന കൊണ്ട് തന്നെ അദ്ദേഹം ആധ്യാത്മികതയുടെ തീവ്രപ്രഭയെ ലോകത്തിന്റെ മുഴുവൻ ഹൃദയങ്ങൾക്കുള്ളിലേക്ക് പ്രസരിപ്പിച്ചു.